എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെയും നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രനുമായിട്ട് ടെക്സ്റ്റൈൽസിൽ പോയി രോഹിത്തിനും ബബിക്കും കൃഷ്ണയ്ക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും യാത്രയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അലീന അവിടുന്ന് പോകരുതെന്ന് തന്നെയാണ് അവർ 3 പേരും പറയുന്നത്. ബബിത പറയുന്നുണ്ട് ചേച്ചി പോയിട്ട് ആരും ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോഴും അലീന പറയുന്നുണ്ട് മോളെ ഞാനല്ല ഇവിടെ നിൽക്കേണ്ടത്, മേഡമാണ്, മേഡം തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രനോട് വന്ന് അലീന പറയുന്നുണ്ട് അച്ഛാ എനിക്ക് കൊല്ലപ്പള്ളി വീട് വന്ന് പോകണമെന്ന് പറയും. എന്താ മോളെ അത് എനിക്ക് മേഡത്തിനെ കണ്ടൊന്ന് യാത്ര പറയണമെന്ന് പറയും. അതിൻ്റെ ആവശ്യമുണ്ടോ? നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾ നിന്നോട് ഏത് രീതിയിൽ സംസാരിക്കുമെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയും. എനിക്കറിയാം വെച്ചാൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നത്. എന്നാലും എനിക്കൊന്ന് പോകണം. ഇനി ഒരിക്കലും എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ കഴിയത്തില്ലല്ലോ. ഞാനൊന്ന് പോയിട്ട് വരാം, അച്ഛൻ അതിന് അനുവാദം തരണമെന്ന് പറയും. നിൻ്റെ അമ്മയില്ലേ, നിനക്ക് പോയി കാണാം, നീ പോയിട്ട് വരാൻ പറയും. അങ്ങനെ വൈജയന്തിയെ കാണാനായിട്ട് അലീന കൊല്ലപ്പള്ളി വീട്ടിലോട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ മനു ഉണ്ട്. ചോദിക്കും ഇതെന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? അത് ഞാൻ ഇവിടുന്ന് പോവുകയാണ് മനുവേട്ടാ, എല്ലാവരെയും കണ്ടെന്ന് യാത്ര പറയാമെന്ന് കരുതി വന്നതാന്ന് പറയും. എങ്ങോട്ട് പോകാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നത്? അത് ഞാനായിട്ടല്ല സ്ഥലമൊക്കെ കണ്ടുപിടിച്ചത്, അച്ഛനാണ്. അച്ഛൻ കുളത്തുപുഴയിൽ ഒരു പ്ലാന്റിൻ്റെ വീട്ടിൽ ജോലിയുടെ കാര്യമെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു എന്ന് പറയും. നീ കണ്ടായിരുന്നു? ആ കണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ്. അതുകൊണ്ട് അച്ഛൻ ഏർപ്പാട് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നുമില്ല. ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ അച്ഛൻ എന്നെ ആക്കത്തോളം എന്ന് പറയും. അപ്പോൾ നീ തീരുമാനിച്ചു പോകുന്ന കാര്യമില്ലേ? അതേ മനുവേട്ടാ, ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവത്തില്ല. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മേഡം അങ്ങോട്ട് വരത്തില്ല. ഞങ്ങളിവിടുന്ന് തിരിച്ചു പോയപ്പോഴും മേഡത്തിനെ ഞങ്ങൾ വിളിച്ചതായിരുന്നു. പക്ഷേ ഞാൻ അവിടുന്ന് പോവാതെ അങ്ങോട്ട് തിരിച്ചു വരത്തില്ലെന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിലും നീ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തോ എന്നെ ഉപേക്ഷിച്ച് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉപേക്ഷിച്ച് പോവല്ലല്ലോ മനുവേട്ടാ, നമുക്ക് ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാം, പിന്നെ എനിക്ക് വന്ന് നിങ്ങളെ ഇടയ്ക്ക് കാണാം, അതൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആരും ഉപേക്ഷിച്ച് പോകുന്നതല്ല, അതിൽ വിഷമമൊന്നും വേണ്ടെന്ന് പറയും. എന്തോ നിൻ്റെ തീരുമാനം ഇപ്പോൾ ഈ ഒരു തീരുമാനം വേണ്ടായിരുന്നു തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയും. എനിക്ക് മേഡത്തിനെ ഒന്ന് കാണണമെന്ന് പറയും. അപ്പോഴത്തേക്ക് അകത്തോണ്ട് വരാൻ പറയും. അപ്പോൾ കമല ഇങ്ങനെ വാതിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ചോദിക്കും നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന്? അത് എനിക്ക് മേഡത്തിനെ ഒന്ന് കാണണം, ഞാൻ അവിടുന്ന് പോവുകയാണ്, അപ്പോൾ യാത്ര പറയാൻ വേണ്ടിയാണ് വന്നത്, എല്ലാവരെയും ഒന്ന് കണ്ട് യാത്ര പറയാമെന്ന് കരുതി. ഓ വലിയ സമാധാനമായി. ഈ തീരുമാനം നിനക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് എടുത്തുകൂടായിരുന്നു? അങ്ങനെ ആയിരുന്നെങ്കിൽ എത്രയോ പേരുടെ ജീവിതം നന്നായി പോയേനെ. നീ ഒരുത്തി കാരണം വൈജി ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്തായാലും പോവല്ലേ, വലിയ ഉപകാരം, എത്രയും പെട്ടെന്ന് പോയി തന്നാൽ മതി എന്നൊക്കെ പറയും. ഞാൻ മേഡത്തിനെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറയും. ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് കമലയ്ക്ക് സന്തോഷമാണ്. എന്തായാലും അലീന ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടുന്ന് വൈജയന്തി വീട്ടിൽ നിന്ന് അങ്ങ് പോകുമല്ലോ, ആ ഒരു സമാധാനമുണ്ട് എന്തായാലും. അതിനുശേഷം പിന്നെ മനു അലീനയോട് ഇഷ്ടമുണ്ട്, വിവാഹം കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് നടക്കുവാണ്. അലീന അവിടെ പോയി കഴിഞ്ഞാൽ മനു അവിടെ പുറകെ പോകത്തില്ല. ആ ഒരു സമാധാനവും കമലയ്ക്കുണ്ട്. അപ്പോൾ ആ രണ്ട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിലും കമലയ്ക്കൊരാശ്വാസമാണ് അലീന അവിടുന്ന് പോകുന്നത്. അങ്ങനെ നേരെ സൗദാമിനി മുത്തശ്ശിയുടെ മുറിയിലോട്ട് കയറി ചെല്ലുകയാണ്. അങ്ങനെ മുത്തശ്ശി അലീനെ കാണുന്നതും ബാ മോളെ, മുത്തശ്ശിക്ക് സുഖമാണ്? ഓ എന്തോന്ന് സുഖം, അവിടെ ആയിരുന്നപ്പം എന്ത് സുഖമായിരുന്നു. നീ എൻ്റെ കാര്യങ്ങൾ എന്ത് നന്നായി നോക്കിയതാ. ഇപ്പോൾ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നടന്നേനെ. ഇവിടെ അറിയാമല്ലോ, ഇവിടെ കമലയുടെ നോട്ടമില്ലേ, വല്ലതും തന്നാൽ തന്നും കഴിച്ചാൽ കഴിച്ച്, അതൊക്കെ തന്നെ. പിന്നെ ശിവനൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നെന്ന് പറയും. അല്ല നീ എന്താ ഒറ്റയ്ക്ക് വന്നോളൂ എന്ന് ചോദിക്കും. അതേ മുത്തശ്ശി, ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ എല്ലാവരെയും കണ്ട് യാത്ര പറയാൻ വന്നേ. പോവാനോ? എങ്ങോട്ട് പോകാൻ? അത് അച്ഛൻ എനിക്ക് വേറൊരു സ്ഥലത്ത് ജോലി ശരിയാക്കി തന്നിട്ടുണ്ട്, കുളത്തുപുഴയിലാണെന്നാണ് പറഞ്ഞത്, ഒരു പ്ലാന്റിൻ്റെ വീട്ടിൽ. അപ്പം അതുകൊണ്ട് തന്നെ മേഡത്തിനെ ഒന്ന് കണ്ട് യാത്ര പറയണം, മുത്തശ്ശിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാന്ന് പറയും. അത് വേണോ കുഞ്ഞ്, ഇത്ര പെട്ടെന്ന് നീ അവിടെ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ബാലചന്ദ്രനും എല്ലാവരും ഇല്ലായിരുന്നു സഹായത്തിന്. ഇതിപ്പോൾ ഒരു പരിചയമില്ലാത്തടത്ത് അച്ഛൻ ഏർപ്പാട് ചെയ്ത ജോലിയാണ് മുത്തശ്ശി, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ധൈര്യമാണ്, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് പറയും. എന്നാലും കുഞ്ഞ് എന്നാലും നിൻ്റെ വിധി ഇങ്ങനായി പോയല്ലോ എന്ന് ചോദിക്കും. എന്താ മുത്തശ്ശി, എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല, എല്ലാം എനിക്കറിയാം മുത്തശ്ശി, മുത്തശ്ശിയായിട്ട് ഇനി ഒന്നും പറയണ്ടെന്ന് പറയും. എന്നാലും എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ഈ വീട്ടിൽ താമസിക്കേണ്ട കുഞ്ഞായിരുന്നു നീ, എൻ്റെ വൈജ പ്രസവിച്ച അവളുടെ മൂത്ത മകൾ. പക്ഷെ നീ ഒരു അനാഥയെ പോലെ 22 വർഷം നീ ഒരു അനാഥ മന്ദിരത്തിൽ കഴിയും. ഇപ്പോഴും മറ്റു വീടുകളിൽ ജോലിക്ക് പോവുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ പോയല്ലോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരയാണ്. ആ സമയത്ത് അലീന പറയും മുത്തശ്ശി ദയവ് ചെയ്ത് ഇങ്ങനൊന്നും പറയരുത്, ആരെങ്കിലും കേട്ടാൽ അത് മതിയെന്ന് പറയും. അത് ശരിയാ, എന്തായാലും എനിക്ക് മുത്തശ്ശിയോട് എന്ന് സ്നേഹം ഇഷ്ടമുള്ളൂ, എന്നോട് നീ ക്ഷമിക്കണം കുഞ്ഞെന്ന് പറയും. മുത്തശ്ശി എന്തായി പറയുന്നത്? മുത്തശ്ശി എന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മുത്തശ്ശി
മുത്തശ്ശിയോട് ഞാൻ ക്ഷമിക്കേണ്ടത്. മുത്തശ്ശി എന്നോട് അന്നും ഇന്നും സ്നേഹമായിട്ട് തന്നെ പെരുമാറിയിട്ടുള്ളൂ. ഞാനിപ്പോൾ വന്നത് മേഡത്തിനോട് കണ്ട് യാത്ര പറഞ്ഞിട്ട് ഞാൻ പോവുക. ഇനി എപ്പോഴെങ്കിലും ഞാൻ വരുമ്പോൾ മുത്തശ്ശി വന്ന് കാണാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നേരെ വൈജയന്തിയുടെ മുറിലോട്ട് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് വൈജയന്തി ഡോറിലിങ്ങനെ നോക്കിയ സമയത്ത് അലീന കാണുന്നതും വൈജയന്തിക്ക് ദേഷ്യം വരും. വൈജയന്തി റൂമിലകത്തോട്ട് കയറി നിൽക്കുകയാണ്. ആ സമയത്ത് വൈജയെ കാണുന്നതും അലീനയുടെ മുഖത്തങ്ങ് ഒരമ്മയെ കാണുന്ന കണക്കുള്ള ഭയങ്കരമായൊരു സന്തോഷമാണ്. ആ സമയത്ത് ബ്രിജിത്താമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അലീന ഇങ്ങനെ ഓർക്കുകയാണ്. നീ കയറി ചെല്ലാൻ പോകുന്നത് നിൻ്റെ സ്വന്തം അമ്മയുടെ അടുത്തേക്കാണ്. അവിടെ നിൻ്റെ സഹോദരങ്ങളാണ് കൂടെ ഉള്ളത്. പക്ഷേ അവരെ നിനക്ക് കാണാം, അവരോട് സംസാരിക്കാം. പക്ഷേ ഒരു കാരണവശാലും അവരറിയരുത് നീ അവരുടെ ചേച്ചിയാണ്, നിൻ്റെ അമ്മയാണ് അവിടെ ഉള്ളതെന്നുള്ള കാര്യം. അങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് മാത്രമേ നീ അവിടെ പോകാവൂ എന്നൊക്കെ ബ്രിജിത്താമ്മ പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വൈജയന്തിയെ നോക്കിക്കൊണ്ടിങ്ങനെ അലീന ഇങ്ങനെ ഓർക്കുകയാണ്. അതിനുശേഷം നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അത് മേഡം, ഞാൻ അവിടുന്ന് പോവുകയാണ്, മേഡത്തിനോട് യാത്ര പറയാൻ വന്നതാന്ന് പറയും. എന്നോട് എന്തിനാ നീ യാത്ര പറയുന്നത്? അല്ല, ഞാൻ അവിടുന്ന് പോയാൽ മാത്രമല്ലേ മേഡം അങ്ങോട്ട് വരുത്തുള്ളൂ. അതത്രേ ഉള്ളൂ. അതിന് മേഡത്തിനെ കണ്ടെന്ന് യാത്ര പറയണം. ഞാൻ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് മേഡം എനിക്ക് മാപ്പ് നൽകണമെന്ന് പറയും. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആരോ പിഴച്ച് പ്രസവിച്ച നീയോ, നീ അങ്ങനെയുള്ള നിൻ്റെ അമ്മയുടെ സ്ഥാനത്താണോ നീ എന്നെ കാണുന്നത്? ഞാൻ നിന്നെ ഒന്ന് കാണാൻ തന്നെ ഇരുന്നതാന്ന് പറയും. നിൻ്റെ അമ്മയുടെ സ്ഥാനം പോയിട്ട് നിന്നെ കാണുന്നത് എനിക്ക് ദേഷ്യം, പിന്നല്ലേ നിൻ്റെ അമ്മയുടെ സ്ഥാനം എനിക്ക്. നിന്നെ ഞാൻ കാണാനായിട്ട് തന്നെ കാത്തിരുന്നതാന്ന് പറയും. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? നീ ബാലചന്ദ്രൻ്റെ മകളാന്നില്ലേ? ഇപ്പം എനിക്ക് മനസ്സിലായി, എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നുള്ളത്. നീ ബാലചന്ദ്രൻ്റെ മകളല്ലെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞായിരുന്നു. എന്താ കരുതിയത്? നീ എല്ലാ കാലവും എല്ലാവരെയും കബളിപ്പിക്കാവുന്നു. ആ വീട്ടുവേലക്കാരിയായിട്ട് വന്നിട്ട് ആ വീട്ടിൽ ബാലചന്ദ്രൻ്റെ ഒപ്പത്തിനൊപ്പം അല്ലായിരുന്നോ നിൻ്റെ സ്ഥാനം? എന്തൊക്കെയായിരുന്നു നീ ആ വീട്ടിൽ കിടന്ന് കാണിച്ചു കൂട്ടിയത്? ആ വീട്ടുകാരിയായി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വേലക്കാരിയായി നീ വീട്ടുകാരിയായതല്ലേ? നിൻ്റെ അമ്മയുടെ സ്ഥാനം എനിക്ക് തരണമെന്ന് പറഞ്ഞു ഇല്ലയോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ വളരെ മോശമായിട്ടങ്ങ് സംസാരിക്കുകയാണ്. അതിനുശേഷം ആ ബാലചന്ദ്രൻ അയാൾ നിന്നെ സ്വന്തം മോളെ പോലാണെന്ന് കരുതി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ഇതൊന്നും ഞാൻ മറക്കത്തില്ല. ഇത്രയും നാളെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച എന്നെ അയാൾക്ക് വേണ്ട, ഇന്നലെ കയറി നിന്നേ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെയും അലീനയും കൂടി ചേർത്ത് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് അലീന പറയും, മേഡം പ്ലീസ് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അച്ഛനെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. സ്വന്തം അച്ഛൻ നാണമില്ലോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് പറയും, മേഡം കുറച്ച് നാളുകൾക്ക് മുമ്പ് ആഗ്രയിൽ താമസിച്ചിരുന്നല്ലോ. ആഗ്രയിൽ താമസിച്ച സമയത്ത് മേഡം ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കാൻ പറയും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് വൈജയുടെ മനസ്സിലോട്ടൊരു ഇടുത്തി കണക്കാണ്. പെട്ടെന്ന് ഇവളെങ്ങനെ ആഗ്രയിലെ കാര്യം അറിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു. മേഡം അതൊക്കെ ഓർത്ത് വേണം മേഡം സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിതിൽ കൂടുതലൊന്നും മേഡത്തിനോട് സംസാരിക്കാനില്ല, മേഡം സമാധാനമായിട്ടിരുന്ന് ആലോചിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.